പ്രതീക്ഷിച്ച ഭൂരിപക്ഷം ഉണ്ടായില്ലെങ്കിലും ഒരു മികച്ച വിജയം സാധിച്ചു. ഇരിക്കൂറിലെ UDFിൻ്റെ ഐക്യം, ജനങ്ങളുടെ പിന്തുണയാണ് എൻ്റെ വിജയത്തിന് ഏറ്റവും അടിസ്ഥാനമായ ഘടകം. എല്ലാ പ്രചരണങ്ങളും അതിജീവിച്ചുകൊണ്ട് ഇരിക്കൂറിലുണ്ടായ വികസന മുന്നേറ്റത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തു. എനിക്ക് വളരെയേറെ നന്ദി ഇരിക്കൂറിലെ ജനങ്ങളോടുണ്ട്. കാരണം ഞാൻ 8ാം തവണയും തുടർച്ചയായി വിജയിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. ഞാൻ തീർച്ചയായും ആ വിശ്വാസം കാത്തു സൂക്ഷിക്കും. അല്ല, വിമതസ്വരം ആദ്യം മുതലേ വലിയ പ്രകടമായിരുന്നില്ല. അതേ സാധാരണഗതി പോയെന്നല്ലാതെ അവിടെ മത്സരം നേരിട്ട് UDF LDF തന്നെയായിരുന്നു എല്ലാ കാലത്തും. വിമതസ്വരം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നല്ലാതെ അതൊരു അവിടെ കൗണ്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിലുള്ള UDFിൻ്റെ പരാജയം അപ്രതീക്ഷിതമാണ്. ഞാൻ ഫലങ്ങൾ വിലയിരുത്തിയിട്ടില്ല. പക്ഷേ UDFിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ CPM BJP തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഈ പരാജയത്തിൻ്റെ ഒരു കാരണം. മലബാറിലേക്ക് വരുമ്പോൾ കാസർകോട്ടെ 2 ഫലങ്ങൾ, മഞ്ചേശ്വരം കാസർഗോഡ്, അവിടെ സൂചിപ്പിക്കുന്നത് BJP 2ാം സ്ഥാനത്തായി. എങ്ങനെ അങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇത് കേരളത്തിലെ മൊത്തം വലിയ അറിയില്ല. പക്ഷേ ഈ ട്രെൻഡ് കാണുന്നത് ഒരിക്കലും UDF മടങ്ങിയെത്താൻ പാടില്ലെന്ന BJPയുടെ നിർദ്ദേശം, CPMൻ്റെ തീരുമാനം, അത് അവർ സംയോജിതമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു കാണുന്നത്.